കെയർ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. LD ടൈപ്പിസ്റ്റ് വേരിയസിന്റെ പരീക്ഷാ തീയതി PSC പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിന്റെ ടെന്റേറ്റീവ് എക്സാം ഷെഡ്യൂളിൻ്റെ അകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് പരീക്ഷ എന്ന് നടക്കുമെന്നതിനെ കുറിച്ചൊക്കെ. അപ്പോൾ ഉദ്യോഗാർത്ഥികളൊക്കെ തന്നെ അത് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ വളരെ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അത് എങ്ങനെ പഠിക്കും. 2026 LD ടൈപ്പിസ്റ്റ് വേരിയസിന്റെ ഏറ്റവും ടോപ്പ് റാങ്കിൽ എങ്ങനെ എത്തിച്ചേരാം, അല്ലെങ്കിൽ എങ്ങനെ ജോലി കരസ്ഥമാക്കാം എന്ന ഒരു ലക്ഷ്യം മുൻനിർത്തി വേണം ഓരോ ഉദ്യോഗാർത്ഥികളും പഠനത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ LD ടൈപ്പിസ്റ്റ് വേരിയസിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഒരു 100 days സ്റ്റഡി പ്ലാൻ ആണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത്. അപ്പോൾ പരീക്ഷാ തീയതി ടെന്റേറ്റീവ് എക്സാം ഷെഡ്യൂൾ അനുസരിച്ച് പരീക്ഷ ഒക്ടോബർ-നവംബർ മാസങ്ങളിൽ 2026 ഒക്ടോബർ-നവംബർ മാസങ്ങളിൽ പരീക്ഷ നടക്കാൻ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഏകദേശം വളരെ കുറച്ച് സമയം കൂടി മാത്രമേ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ലഭിക്കുകയുള്ളൂ. എങ്കിൽ പോലും കിട്ടുന്ന സമയം നമ്മൾ കൂടുതലും നന്നായിട്ട് വിനിയോഗിക്കുകയാണെങ്കിൽ ഒരു നല്ല ടോപ്പ് റാങ്കിൽ എത്തിച്ചേരാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പഠനം ആരംഭിക്കാൻ വേണ്ടിയിട്ട് ഒരു 100 days സ്റ്റഡി പ്ലാൻ ആണ് ഇന്നത്തെ ദിവസം ഞാൻ എത്തിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കമ്പ്യൂട്ടറിന് 40 മാർക്കും, ടൈപ്പ് റൈറ്റിംഗ് 10 മാർക്കും, GK 10 മാർക്കും, ഇംഗ്ലീഷ് 20 മാർക്കും, മലയാളം 20 മാർക്കും, ഇങ്ങനെയാണ് ടൈപ്പിസ്റ്റിന്റെ സിലബസ് വരുന്നത്. അപ്പോൾ നമ്മൾ കൂടുതലായിട്ടും പ്രാധാന്യം കൊടുക്കേണ്ടത് കമ്പ്യൂട്ടറിനാണ്. അപ്പോൾ കമ്പ്യൂട്ടർ പ്രാധാന്യം കൊടുക്കുമ്പോൾ PSCയുടെ ഇപ്പോഴത്തെ രീതി അനുസരിച്ച് നല്ല ഉയർന്ന നിലവാരത്തിലുള്ള ചോദ്യങ്ങളാണ് PSC ഇപ്പോൾ പരീക്ഷയ്ക്ക് ഉൾപ്പെടുത്തുന്നത്. അതിപ്പം 10th ലെവൽ ആണെങ്കിലും +2 ലെവൽ ആണെങ്കിലും ഡിഗ്രി ലെവൽ ആണെങ്കിലും ഏത് ലെവൽ ആണെങ്കിൽ പോലും നല്ല ഉയർന്ന നിലവാരമുള്ള ചോദ്യങ്ങൾ പൊതുവെ പ്രതീക്ഷിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടറിനും PSCയുടെ പുതിയ ട്രെൻഡ് അനുസരിച്ച് നല്ല ഉയർന്ന നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കാം. അതിനനുസരിച്ചുള്ള പഠന രീതിയാണ് നമ്മൾ അവലംബിക്കേണ്ടത്. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിന് 40 മാർക്ക് ആണ് PSC മാർക്ക് ഡിസ്ട്രിബ്യൂഷനിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ 50 ദിവസം കമ്പ്യൂട്ടറിന് വേണ്ടിയിട്ട് പരമാവധി വിനിയോഗിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ആ കമ്പ്യൂട്ടറിന് വേണ്ടി വിനിയോഗിക്കുന്ന അവസരത്തിൽ നിങ്ങൾക്കറിയാം വേർഡ്, എക്സൽ, പവർ പോയിന്റ്, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ കമ്പോണൻസ്, ബേസിക്, ഇങ്ങനെയുള്ള ഷോർട്ട് കട്ട് കീസ്, അബ്രിവേഷൻസ്, അങ്ങനെയുള്ള ധാരാളം ചോദ്യങ്ങൾ കമ്പ്യൂട്ടറിന് സ്ഥിരമായിട്ട് ആവർത്തിച്ച് വരുന്ന ധാരാളം ചോദ്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുണ്ട്. 2025 പുതിയ PSCയുടെ ട്രെൻഡിങ് ക്വസ്റ്റ്യൻസുകൾ മാത്രം ഉൾപ്പെടുത്തി തയ്യാറാക്കിയ പുതിയ റാങ്ക് ഫയൽ ഇറക്കിയിട്ടുണ്ട്. അത് PDF ആയിട്ടാണ് റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത്. മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അയച്ചുതരാം. ഞാൻ നേരത്തെ പല ഉദ്യോഗാർത്ഥികളും എന്നോട് ടൈപ്പിസ്റ്റിന്റെ റാങ്ക് ഫയൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അവർക്കൊക്കെ തന്നെ ധാരാളം ഉദ്യോഗാർത്ഥികൾക്ക് അത് പ്രയോജനപ്പെടുകയും ഒത്തിരിയധികം ഉദ്യോഗാർത്ഥികൾക്ക് ജോലി ലഭിക്കാനും ഒക്കെ തന്നെ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ PSCയുടെ ക്വസ്റ്റ്യന്റെ നിലവാരം മാറിയ സാഹചര്യത്തിൽ പ്രസ്തുത രീതിയിൽ പുതിയ ട്രെൻഡിങ് അനുസരിച്ച് പുതിയ രീതിയിലുള്ള ചോദ്യങ്ങൾ എങ്ങനെയാണ് വരുന്നത്, ആ രീതിയിലുള്ള പുതിയ ചോദ്യങ്ങളെല്ലാം തന്നെ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ റാങ്ക് ഫയലാണ് ഇപ്പോൾ ഞാൻ ഈ LD ടൈപ്പിസ്റ്റ് വേരിയസ് വന്നപ്പോൾ ഞാൻ തയ്യാറാക്കിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രസ്തുത റാങ്ക് ഫയലിൽ എല്ലാ തരത്തിലുള്ള ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് മാത്രമല്ല 2025 പ്രീവിയസ് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അബ്രിവേഷൻസ് ആണെങ്കിലും ഷോർട്ട് കട്ട് കീസ് ആണെങ്കിലും എല്ലാം ഞാൻ റാങ്ക് ഫയലിൽ കൃത്യമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ LD ടൈപ്പിസ്റ്റ് വേരിയസ് നേടാൻ ഉദ്ദേശിക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എല്ലാ രീതിയിലുള്ള ചോദ്യങ്ങളെ കുറിച്ചും വ്യക്തമായ ധാരണ വേണം, കൃത്യമായിട്ട് പഠിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉദ്യോഗാർത്ഥികൾ വളരെ കൃത്യതയാർന്ന ഒരു പഠന രീതി കമ്പ്യൂട്ടറിന് മുൻനിർത്തി വേണം പഠിക്കാൻ. കാരണം മുഴുവൻ മാർക്കും 40 മാർക്കും നേടാൻ സാധിക്കുന്ന രീതിയിലായിരിക്കണം പഠനം. അപ്പോൾ ആദ്യത്തെ 50 ദിവസം നമ്മൾ കമ്പ്യൂട്ടറിന് വേണ്ടിയിട്ട് മാറ്റിവെച്ചു. ഇനി അടുത്തുള്ള 10 ദിവസം ടൈപ്പ് റൈറ്റിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കണം. ടൈപ്പ് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ഒരു ചെറിയ പോർഷൻ മാത്രമേ ഉള്ളൂ.
പ്രസ്തുത പോർഷനിലെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ആ ടൈപ്പ് റൈറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് എല്ലാം ഉൾപ്പെടുന്നുണ്ട്. ആ ഭാഗം കൃത്യമായിട്ട് നിങ്ങൾക്ക് പഠിച്ചാൽ 10 മാർക്ക് വളരെ ഈസി ആയിട്ട് നേടാൻ സാധിക്കും. എപ്പോഴും PSC സംബന്ധിച്ചിടത്തോളം ആവർത്തിച്ച് വരുന്ന ചോദ്യങ്ങൾ ടൈപ്പ് റൈറ്റിംഗ് വളരെ പ്രാധാന്യമാണ്. അപ്പോൾ അങ്ങനെ ആവർത്തിച്ച് വരുന്ന ചോദ്യങ്ങൾ കൃത്യമായിട്ട് സെലക്ട് ചെയ്ത് പഠിച്ചാൽ 5 മാർക്ക് നമുക്ക് ഈസി ആയിട്ട് നേടാം. പിന്നെയുള്ള 5 മാർക്ക് എങ്ങനെ നേടുന്നേ? പിന്നെയുള്ള 5 മാർക്ക് നമ്മൾ ഓരോ ചോദ്യങ്ങളും പ്രത്യേകമായിട്ട് അത് തിരിച്ചും മറിച്ചും പഠിക്കണം. അതായത് വെള്ളം പോലെ പഠിക്കണമെന്ന് സാരം. അങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് ആ 5 മാർക്ക് കൂടെ എളുപ്പത്തിൽ നേടാൻ സാധിക്കും. PSCയുടെ ട്രെൻഡിങ് ക്വസ്റ്റ്യൻസ് ആണ്, വളരെ നിലവാരമുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ രീതിക്കുള്ള ചോദ്യങ്ങൾ ഞാൻ പറഞ്ഞു. ഞാൻ റാങ്ക് ഫയൽ തയ്യാറാക്കുന്ന പ്രസ്തുത റാങ്ക് ഫയലിൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ഇനി അടുത്തത് GKയും കറണ്ട് അഫയേഴ്സുമാണ്. അതിന് 10 മാർക്കാണുള്ളത്. GKയും കറണ്ട് അഫയേഴ്സിന് കൂടുതൽ പ്രാധാന്യം നൽകി 2024-25 വർഷത്തെ കറണ്ട് അഫയേഴ്സിന് കൂടുതൽ പ്രാധാന്യം നൽകി പഠിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ GKയുടെ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ക്രാക്ക് ചെയ്ത് മാർക്ക് നേടാൻ സാധിക്കും. അടുത്തതായിട്ട് ഇംഗ്ലീഷ്, മലയാളം. ഇംഗ്ലീഷ് പല ഉദ്യോഗാർത്ഥികൾക്കും വളരെയധികം കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നു. കാരണം ചില ഗ്രാമർ ചോദ്യങ്ങളൊക്കെ തന്നെ മാർക്ക് വാങ്ങാൻ സാധിക്കുന്നില്ലെന്ന് പല ഉദ്യോഗാർത്ഥികളും പലപ്പോഴായിട്ട് പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ പഠിക്കേണ്ടത് എന്താണ്? പ്രീവിയസ് ചോദ്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. അതിൻ്റെ അകത്ത് ചെറിയ ഒരു മാറ്റങ്ങൾ വരുത്തി മാത്രമാണ് ചോദ്യങ്ങൾ ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ ഓരോ ചോദ്യങ്ങളും ഇപ്പോൾ ഏത് രീതിയിലുള്ള ചോദ്യങ്ങളാണെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, കണക്ട് ചെയ്ത ചോദ്യങ്ങളെ കുറിച്ചും വ്യക്തമായിട്ട് പഠിക്കേണ്ടതായിട്ട് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇംഗ്ലീഷിന്റെ 20 മാർക്ക് വാങ്ങണമെങ്കിൽ കൂടുതലും നമ്മൾ പ്രീവിയസ് ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പോൾ പ്രീവിയസ് ചോദ്യങ്ങൾ മുൻനിർത്തിയുള്ള ഒരു പഠന രീതി അവലംബിച്ചാൽ അടുത്ത 20 ദിവസം ഇംഗ്ലീഷിന് വേണ്ടിയിട്ട് മാറ്റിവെക്കണം. അത് കഴിഞ്ഞ് ലാസ്റ്റ് വരുന്ന 20 ദിവസം മലയാളത്തിന് വേണ്ടിയിട്ട് മാറ്റിവെക്കണം. മലയാളത്തിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുമ്പോൾ മലയാളത്തിന് വളരെ പ്രത്യേകത ഉണ്ട്. പലപ്പോഴും മാർക്ക് പോകുന്നതും നെഗറ്റീവ് മാർക്ക് വരുന്നതും മലയാളത്തിനാണ്. അപ്പോൾ അതുകൊണ്ട് നെഗറ്റീവ് മാർക്ക് വരാത്ത രീതിയിൽ പ്രത്യേകം ശ്രദ്ധിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ കൃത്യമായ ഇടവേളകളിൽ മോഡൽ എക്സാമുകൾ ചെയ്ത് പഠിക്കണം. അതുപോലെ തന്നെ പ്രീവിയസ് ചോദ്യങ്ങൾ കൃത്യമായിട്ട് നോക്കണം. അതുപോലെ തന്നെ റിവിഷൻ ക്ലാസ്സുകൾക്ക് വളരെ പ്രാധാന്യം നൽകുന്ന ഒന്നാണ്. ആ വീക്കെൻഡില് റിവിഷൻ ക്ലാസ്സുകൾ കൃത്യമായിട്ട് നടത്തുന്നതിന് വേണ്ടി ഓരോ ആഴ്ചയിലും കൃത്യമായിട്ട് തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച പഠിക്കുന്ന കാര്യങ്ങൾ ശനിയാഴ്ച ഞായറാഴ്ച റിവിഷൻ ചെയ്യണം. അതോടൊപ്പം തന്നെ മോഡൽ എക്സാമുകൾ ചെയ്യണം. അങ്ങനെ നമുക്ക് നമ്മുടെ പഠന നിലവാരം ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. ഈ രീതിയിലുള്ള ഒരു പഠനം നിങ്ങൾ പിന്തുടരുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും റാങ്ക് ലിസ്റ്റിൽ എത്തിച്ചേരാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഇപ്പോഴത്തെ PSCയുടെ ട്രെൻഡിങ് ചോദ്യങ്ങൾ ഉയർന്ന നിലവാരത്തിലുള്ള ചോദ്യങ്ങളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഉള്ള ചോദ്യങ്ങൾ ഉയർന്ന ട്രെൻഡിങ് രീതിയിലുള്ള ഉയർന്ന നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയ റാങ്ക് ഫയൽ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. PDF ആയിട്ടാണ് റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 2024-25 വർഷത്തെ ചോദ്യങ്ങൾ, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തി തയ്യാറാക്കിയ റാങ്ക് ഫയലാണ്. അതുപോലെ തന്നെ ടോപ്പിക് വൈസ് ചോദ്യങ്ങളാണല്ലോ, ഉയർന്ന നിലവാരമുള്ള ചോദ്യങ്ങളാണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആവശ്യമുള്ളതിനെല്ലാം തന്നെ എക്സ്പ്ലനേഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇനി ഈ LD ടൈപ്പിസ്റ്റ് വേരിയസ് ക്രാക്ക് ചെയ്യാൻ നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്രദമായിരിക്കും. നേരത്തെ റാങ്ക് ഫയൽ വാങ്ങിയ ഉദ്യോഗാർത്ഥികൾക്കും ഇത് വാങ്ങാം. കാരണം ഇത് പുതിയ ചോദ്യങ്ങളാണ്, പുതിയ ഉത്തരങ്ങളാണ്, പുതിയ ട്രെൻഡിങ് നിലവാരത്തിലുള്ള ചോദ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ളതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലാണ് പുതിയ റാങ്ക് ഫയൽ തയ്യാറാക്കുന്നത്. അതുകൊണ്ട് എല്ലാ ഉദ്യോഗാർത്ഥികളും കൃത്യമായിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി. നന്ദി, നമസ്കാരം.